ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി പൈനാപ്പിൾ കൊണ്ടുള്ള ഒരു ഗോതമ്പ് ഇലയടയാണ് ഉണ്ടാക്കുന്നത്. പൈനാപ്പിൾ ഇലയട വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഇലയടയാണ് പൈനാപ്പിൾ ഗോതമ്പ് ഇലയട. ഇനി റെസിപ്പിയിലോട്ട് പോകണം. പൈനാപ്പിളിന് മുറിച്ചെടുക്കാം. നടുക്കത്തെ ഭാഗം വേണ്ട, ബാക്കിയുള്ള ഭാഗമെല്ലാം മുറിച്ചെടുക്കാം. ഗോതമ്പിൻ്റെ പൈനാപ്പിൾ ഇലയടയാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പ് പൊടിയാണ് ഇലയട ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത്. പിന്നെ തേങ്ങയും ശർക്കരയും എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഏലക്കാപ്പൊടി, കുറച്ച് നെയ്യും. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പൈനാപ്പിൾ നന്നായി അതിൻ്റെ അരി എല്ലാം കളഞ്ഞ് എല്ലാം മുറിച്ച് നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചൊരു 3-4 വലിയൊരു വട്ടത്തിലുള്ള പീസ് എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ ആയിട്ട് അരച്ചെടുക്കാം. ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, അതിന് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിളിൻ്റെ പേസ്റ്റ് ചേർക്കാം. അതിലാണ് ഗോതമ്പൊടി കുഴച്ചെടുക്കുന്നത്. നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങയും ചേർക്കാം. നന്നായി ടൈറ്റായിട്ട് കുഴച്ചെടുക്കണ്ട, കുറച്ച് നമ്മൾ റൊട്ടിയൊക്കെ ചുടുമല്ലോ, അതേപോലെ റോട്ടിയൊക്കെ ചുടുമല്ലോ, അതേപോലെ കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കാം. ഒരു പാനിൽ തേങ്ങയിട്ട് നന്നായി ചൂടാക്കി എടുക്കാം. പശു നെയ്യ് ചേർക്കാം. ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ട് ഒന്ന് വേവിച്ചെടുത്തില്ല പൈനാപ്പിള, അത് ഇതിലേക്ക് അങ്ങ് ചേർക്കാം. പൊടിച്ചിട്ടില്ല ശർക്കര ചേർക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങയും ചേർക്കാം. നന്നായി ആയിട്ടുണ്ട്. ഇനി അവസാനം ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കാം. ഇതിനി മാറ്റി വെക്കാം. ഇനി ഇലയിൽ ഇത് ഫില്ല് ചെയ്യാം. ഇത് കുറച്ചൊരു ഓയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറ്റിപ്പിടിക്കാതിരിക്കാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് ഇതാക്കുന്നുണ്ട്. അതിനുശേഷം മാവെടുക്കാം, നന്നായിട്ട് പരത്തിയെടുക്കാം. ഇത് നല്ല തിക്കായിട്ട് ഇതിൽ നിറയ്ക്കാം. നന്നായി സ്ലോലി ഫോൾഡ് ചെയ്യാം. ഇതിനി സ്റ്റീം ചെയ്തെടുക്കണം. ഇതിനി സ്റ്റീം ചെയ്യാനായിട്ട് വെക്കാം. ഒരു 20-25 മിനിറ്റ് സ്റ്റീം ചെയ്യാം. ഇലയട ആയിട്ടുണ്ട്, സ്റ്റീം ചെയ്തായിട്ടുണ്ട്. ഇതിന് പാത്രത്തിലോട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. പൈനാപ്പിൾ ഗോതമ്പ് ഇലയട ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന്
ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഇലയട. എപ്പോഴും നമ്മൾ നോർമലായിട്ടുള്ള ഇലയടയാണ് ഉണ്ടാക്കുക, പക്ഷേ ഇതൊരു ചേഞ്ചിന് വേണ്ടി പൈനാപ്പിൾ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാക്കുക. ഇഷ്ടംപോലെ പൈനാപ്പിൾ കിട്ടുന്ന സമയത്ത് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഇലയട ഉണ്ടാക്കുക. നല്ലൊരു ടേസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെടും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.